എൻ്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചിരിക്കുന്ന ഒരു ടൈമായിരുന്നു. അത്രയും സന്തോഷമുള്ളൊരു സമയത്ത് നാളെ നമ്മളുണ്ടാവുമോ എന്നുള്ളൊരു കാര്യം ചിന്തിക്കുമ്പം അത്രയും ക്രൂഷ്യൽ ആയിരുന്നു. അതെ അതെ. വാറിനകത്ത് നമ്മൾ പുറത്തിറങ്ങുന്നതിനൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയും തോളം നമ്മളൊരു സ്ട്രഗിൾ ചെയ്ത ഒരു ടൈമാണ്. ലാസ്റ്റ് സ്റ്റേജിലൊക്കെ വന്നപ്പം ഒരുപാട് നമുക്ക് ഒത്തിരി എന്താ പറയുക പറയാൻ പറ്റുന്നില്ല, നമുക്ക് വാക്കുകളിലൂടെ പുറത്തറിയിക്കാൻ നമുക്ക് പറ്റില്ല. അത്രത്തോളം അത്രമാത്രമേ വിചാരിച്ചോളൂ. ഒരു നിമിഷത്തിൽ തോളുമില്ല. എനിക്ക് ആരടുത്തെങ്കിലും പറയാൻ, അല്ലെങ്കിൽ എനിക്ക് അത് എങ്ങനെ എടുക്കണം എന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഞാൻ ചുറ്റും തിരിഞ്ഞ് നോക്കിയപ്പോൾ എനിക്കതൊന്ന് പറയണമെങ്കിൽ പറഞ്ഞ് എക്സ്പ്രസ് 2 വയസ്സുള്ള കുഞ്ഞേ ഉള്ളൂ, എനിക്ക് ആരുമില്ല. അപ്പോൾ ആ ഒരു നിമിഷത്തിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ തകർന്നു പോയെന്ന് പറയുന്നത്. ലക്ഷങ്ങള് സാലറിയുള്ള ജോലി നിർത്തി ഫാമിലി ലൈഫ്. അതെ അതെ. നാട്ടിൽ വന്നു, OETക്ക് ചേർന്നു. ഒരു ഹൈഫൈ, ഒരു ആഷ്പൂഷ് ഇംഗ്ലീഷാണ്, ടിപ്പിക്കൽ മലയാളിയുടെ ഒരു പ്രശ്നമാണ്. അങ്ങനെ ഒരു സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച ഇംഗ്ലീഷാണ്. അതെ അതെ. അപ്പം അവിടുന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. കാരണം ഒന്ന്, നമ്മളുടെ മടിയുണ്ട്. പിന്നെ സ്റ്റുഡൻസിന് എപ്പോഴും ആവശ്യം എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഒരു സിംപ്ലിഫൈഡ് ലേണിംഗ് സിസ്റ്റമാണ് എപ്പോഴും ഒരു കാൻഡിഡേറ്റ് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ ഞാൻ അതിനെ എന്താ പറയുക ടെക്നിക്കുകൾ ഡെവലപ്പ് ചെയ്തെടുത്തു. അപ്പോൾ കുറച്ച് സ്റ്റുഡൻസ്, ഹോസ്റ്റലിലുള്ള സ്റ്റുഡൻസ് ആദ്യമായിട്ട് എന്നെ അപ്രോച്ച് ചെയ്തു. അവർ പറഞ്ഞു ഞങ്ങൾക്കും കൂടെ ഒന്ന് ഇതെങ്ങനെയാണ് എന്നുള്ളതൊന്ന് പറഞ്ഞു തരാമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് ചോദിച്ചു. അതെ, യൂട്യൂബിൽ നമുക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്ന് നമുക്ക് തോന്നിയത്. അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തു. ആദ്യം നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ 100 വ്യൂസ്, 200 വ്യൂസ് അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ നോക്കിയപ്പോൾ അതിനകത്ത് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ്, ഭയങ്കര സബ്സ്ക്രൈബേഴ്സ്, എനിക്ക് തോന്നുന്നു 20,000ഓളം വ്യൂസ് പെട്ടെന്ന്, അത്രയും സബ്സ്ക്രൈബേഴ്സ് അതിനകത്ത് കയറി. എത്ര നഴ്സുമാർ പഠിപ്പിച്ചിട്ടുണ്ട്? നമുക്ക് അബവ് ഒരു 20,000ഓളം സ്റ്റുഡൻസ് നമുക്ക് പാസ് ഔട്ട് ആയിട്ട് പോയിട്ടുണ്ട്. 20,000 ആളുകൾ. അതെ അതെ. നമുക്ക് പീക്കായിരുന്നു OET എന്ന് പറയുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. OET ഒരുപാട് പേര് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ട് നഴ്സുമാർ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണലെ ഹെൽപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഇതാണ് OET എന്ന് പറയുന്നത്. നമസ്കാരം, ഞാൻ അന്ന സൂസൻ. സ്പാർക്കുള്ള മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ഒപ്പം സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിൽ കഥ പറയാനിരിക്കുന്നത് ഒരു വനിതാ സംരംഭകയാണ്. പാലക്കാട് നിന്നും നഴ്സിംഗ് സ്വപ്നവുമായി ബാംഗ്ലൂരിൽ പോയി നഴ്സിംഗ് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരുപാട് രാജ്യങ്ങളിൽ വർക്ക് ചെയ്ത് തിരിച്ച് തൻ്റെ പാഷനെ ഫോളോ ചെയ്യാനായി ഒരു അധ്യാപികയായി മാറിയ ടിൻസി, സ്വാഗതം സ്പാർക്കിൻ്റെ എപ്പിസോഡിലേക്ക്. ടിൻസി ജനിച്ചത് പാലക്കാടാണ്, പഠിച്ചത് ബാംഗ്ലൂരാണ്. എന്താണ് നഴ്സിംഗ് ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം? നഴ്സിംഗ് എന്ന് പറയുന്ന ആ സമയത്ത് ഒരു ട്രെൻഡായിരുന്നു. ഏതൊരു വീട് എടുത്ത് നോക്കിയാലും അതിൽ ഒരു നഴ്സിംഗിലും കാണും. മാത്രമല്ല നല്ലോണം ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു, നമ്മുടെ എന്താ പറയുക, നമുക്ക് അത്രത്തോളം ജോലി സാധ്യതകൾ വളരെയധികം ഉള്ള ഒരു പ്രൊഫഷനാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. ഒബ്വിയസ്ലി എല്ലാവരെയും പോലെ തന്നെ നഴ്സിംഗ് പഠിക്കുക, പുറത്ത് സെറ്റിൽഡ് ആവുക എന്നുള്ളൊരു അംബീഷൻ തന്നെയായിരുന്നു നമുക്കും ആ സമയത്ത് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രൊഫഷനിലേക്ക് എത്തുന്നത്. നഴ്സിംഗ് ഇഷ്ടപ്പെട്ടിരുന്നതാണ്. അപ്പോൾ നഴ്സിംഗ് നമുക്ക് ആ ഒരു ജോലി സാധ്യത നമ്മളെ അട്രാക്ട് ചെയ്തു എന്നേ മാത്രമേ ഉള്ളൂ. ബേസിക്കലി നമുക്ക് ആ ഒരു പ്രൊഫഷനോട് ഒരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അതിൽ കൂടുതൽ സെലക്ട് ചെയ്യുള്ളൂ. ക്ഷമയുള്ള കാര്യമാണ്. അതെ അതെ, വളരെയധികം ക്ഷമ വേണ്ട ഒരു കാര്യമാണ്. ബാംഗ്ലൂരാണ് പഠിച്ചത്? അതെ, ബാംഗ്ലൂരാണ് പഠിച്ചത്. പിന്നെ അതിനുശേഷം കാർഡിയോവാസ്കുലർ തൊറാസിക് നഴ്സിംഗ് എന്നൊരു സ്പെഷ്യലൈസേഷൻ ചെയ്തു. അത് വെസ്റ്റ് ബംഗാളിലായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര നാളത്തെ കോഴ്സായിരുന്നു അത്? നമുക്ക് 2 ഇയർ ആണ്. 1 ഇയർ തിയറിറ്റിക്കൽ പാർട്ട് നമ്മൾ പഠിക്കാനുണ്ട്. കംപ്ലീറ്റ് തിയറിയാണ്. അതിനുശേഷം 1 ഇയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വശം നമുക്ക് ചെയ്തു തീർക്കാനുള്ളത്. 1 ഇയർ ഇന്റേൺഷിപ്പാണ് അത് വരുന്നത്. എന്നിട്ട് പഠനം കഴിഞ്ഞപ്പോൾ തന്നെ പുറത്തേക്ക് പോയി സെറ്റിലായോ? പഠനം കഴിഞ്ഞതിന് ശേഷം അതൊന്നും പറയാതിരിക്കുക. നമ്മൾ പഠനം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ നഴ്സിനെയും പോലെ നമ്മുടെ ഒരു ആഗ്രഹം എന്താ, പുറത്ത് പോകണം, സെറ്റിൽഡ് ആവണം എന്ന് തന്നെയാണ്. അപ്പോൾ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നു. യമൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തേക്കാണ്, യമനിലേക്ക്. അപ്പോൾ നമുക്ക് അന്നെന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇത്രത്തോളം ഒരു ഫേമസ് ആയിട്ട് നിൽക്കുന്ന സമയമൊന്നുമല്ല. അപ്പോൾ നമ്മൾ നമുക്ക് പുറത്ത് പോകണമെന്ന് തോന്നി. ഇങ്ങനെ ഒരു രാജ്യമാണ്. നമ്മൾ നോക്കിയപ്പോൾ ഒരു ഗൾഫ് കൺട്രിയാണ്. ബാക്കിയൊന്നും നോക്കിയില്ല. യുദ്ധം നടക്കണമെന്ന് അത്ര കാര്യമായിട്ട് അറിയത്തില്ല. അന്ന് നമുക്ക് അത്രയ്ക്കുള്ള അതിനുള്ള ഒരു ഇതൊന്നും ആയിട്ടില്ല. നമ്മൾ പഠിച്ചിറങ്ങിയിട്ടുള്ള ആ ഒരു രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മളവിടെ ചെന്ന് 2.5 വർഷത്തോളം നമ്മളവിടെ വർക്ക് ചെയ്തു. അതിൻ്റെ ഒരു എൻഡ് സ്റ്റേജിൽ എത്തിയപ്പോഴാണ് ഈ വാറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അത് നമ്മൾ വാറിൻ്റെ ഒരു ടൈമിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവൻ കൈപ്പിടിച്ച് നിൽക്കുന്ന സമയം. അത് നമ്മുടെ ഏറ്റവും എൻ്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചിരിക്കുന്ന ഒരു ടൈമായിരുന്നു. അത്രയും സന്തോഷമുള്ളൊരു സമയത്ത് നാളെ നമ്മളുണ്ടാവുമോ എന്നുള്ളൊരു കാര്യം ചിന്തിക്കുമ്പം അത്രയും ക്രൂഷ്യൽ ആയിരുന്നു. അതെ അതെ. നമുക്ക് വാറിൻ്റെ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാറിനകത്ത് നമ്മൾ
പുറത്തിറങ്ങുന്നതിനൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ രാജ്യത്തിലുള്ള ആളുകളോട് അവർ പറയാറുണ്ട് പുറത്തൊന്നും ഇറങ്ങരുത്, ഷെൽ ആക്രമണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്താണെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ആ സമയത്താണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അതെ അപ്പോൾ അതിൻ്റെ നടുക്കിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതും പോരാഞ്ഞ് അവിടെ ചെന്ന് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന പേഷ്യൻസും അത്തരത്തിലുള്ള പേഷ്യൻസാണ്. അവിടെ ചെന്ന് ഈ ഒരു വാറിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള പേഷ്യൻസിനൊക്കെയാണ് അവിടെ കൊണ്ടുവരുന്നത്. അപ്പം അത്തരം പേഷ്യൻസിനെ ആ സമയത്ത് ട്രീറ്റ് ചെയ്തുകൊണ്ട് തിരിച്ച് നമ്മൾ അതേപോലെ തന്നെ തിരിച്ചു വരിക പോവുക, ആ ഒരു സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ആസ് എ നേഴ്സ് നമുക്ക് ഇതൊന്നും നമ്മൾ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും നമ്മുടെ മൈൻഡിൽ വരുന്നൊരു കാര്യമല്ല. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പം നമുക്ക് ടെൻഷനാണ്, നാളെ നമുക്കിത് തിരിച്ച് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വന്ന് ജോലി ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പുമില്ല. അപ്പം അങ്ങനെയുള്ളൊരു വളരെ എന്താ പറയുക നമ്മുടെ അത്രയും തോളം നമ്മളൊരു സ്ട്രഗിൾ ചെയ്ത ഒരു ടൈമാണ്. ലാസ്റ്റ് സ്റ്റേജിലൊക്കെ വന്നപ്പം ഒരുപാട് നമുക്ക് ഒത്തിരി എന്താ പറയുക പറയാൻ പറ്റുന്നില്ല, നമുക്ക് വാക്കുകളിലൂടെ പുറത്തറിയിക്കാൻ നമുക്ക് പറ്റില്ല, അത്രത്തോളം നമ്മൾ എക്സ്പീരിയൻസ് സ്ട്രഗിൾ ചെയ്തിട്ട്. എങ്ങനെയാണ് ഈ യുദ്ധഭൂമിയിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് എത്തുന്നത്? ആക്ച്വലി ഞാനും എൻ്റെ സിസ്റ്ററും നേഴ്സാണ്, ഞങ്ങൾ ഫാമിലി രണ്ടുപേരും നേഴ്സാണ്. അപ്പോൾ സിസ്റ്ററും അവിടെ തന്നെയായിരുന്നു, ഫസ്റ്റ് രണ്ടുപേരും അവിടെ തന്നെയായിരുന്നു. അപ്പം സിസ്റ്ററാണ് ആദ്യം വന്നത്. എൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന ഒരു ടൈമായിരുന്നു അന്ന്. ന്യൂസ് ചാനൽസിലൊക്കെ ഒരു ഹെഡ്ലൈൻ തന്നെയായിരുന്നു, ഇങ്ങനെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന ഒരു കുട്ടിയാണ് അവിടെ പെട്ട് കിടക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അവർ ഒരുപാട് വീട്ടിൽ വന്നപ്പോൾ എപ്പോഴും കണ്ടിട്ടുണ്ട് ന്യൂസ് കട്ടിങ്സും കാര്യങ്ങളൊക്കെ. ഇപ്പോഴും നമ്മളത് കീപ്പ് ചെയ്യും, നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു ഓർമ്മയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ആ ഒരു സമയത്ത് ഇതുപോലെയല്ല കേട്ടോ, നമ്മൾ എന്താ പറയുക വീട്ടിലേക്ക് വിളിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫാമിലിയിൽ എല്ലാവരും തന്നെ ഒരുപാട് പേടിച്ചിരിക്കുന്ന ഒരു സമയമൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ ഗവൺമെൻറ് ഇടപെട്ടിട്ടാണ് ആ ഒരു സമയത്ത് രക്ഷാപ്രവർത്തനം നടക്കുകയും അതിലൂടെ നമ്മൾ എന്താ പറയുക യുദ്ധവിമാനത്തിലൊക്കെയാണ് വന്നിറങ്ങുന്നത്. അതെ അതെ, ആ ഒരു സമയത്ത് നമ്മൾ വന്നിറങ്ങുന്നത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് നമുക്ക് ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ളൂ. ഇതിനു മുമ്പ് ഞാൻ അങ്ങനെ ഒരു കാര്യം അങ്ങനെയുള്ള ഒരു നഴ്സിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പേഷ്യൻസിനെ കാണുക, അവരെ ട്രീറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലാതെ ഇങ്ങനെയുള്ള ഒരു ഇതിലേക്കാണ് നിൽക്കേണ്ട ഒരു അവസ്ഥ നമ്മൾ ചിന്തിക്കുന്നതിലും ഭയാനകരമാണ് ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മൾ ഇത്തരം പേഷ്യൻസിനെയും കൂടെ കാണുകയും കൂടെ ചെയ്യണം, അവരെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, അവരെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇവരിങ്ങനെയാണ്, ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണ്, ഒരു വാറിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ നേരിട്ട് നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. അതും കൂടെ കണ്ടിട്ട് നമ്മൾ ഇത്രയും അതും കൂടെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ വീണ്ടും എന്താ പറയുക വീണ്ടും ഒറ്റയ്ക്കാണ് ആ സമയത്ത്, ആരുമില്ല, ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. നമ്മൾ കുറച്ച് നഴ്സസിൻ്റെ ഒരു ഗ്രൂപ്പ്, ഒരു കമ്മ്യൂണിറ്റി മാത്രമാണുള്ളത്, അവിടെ വർക്ക് ചെയ്യുന്ന മലയാളി നഴ്സുമാരുടെ ഒരു കമ്മ്യൂണിറ്റി മാത്രമാണുള്ളത്. അപ്പോൾ അവരുടെ അടുത്ത് ഷെയർ ചെയ്യുക, അവരും പേടിയിലാണ്, നമ്മളും പേടിയിലാണ്. അതല്ലാതെ വേറെ ആരും നമുക്ക് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലി സപ്പോർട്ട് നമുക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊരു അത്രമാത്രമേ വിചാരിച്ചുള്ളൂ. പക്ഷേ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്കതുപോലെ തിരിച്ച് നാട്ടിലെത്താനായി. എത്തി കല്യാണമൊക്കെ കഴിഞ്ഞു. അതെ അതെ, കല്യാണം കഴിഞ്ഞ് സെറ്റിൽഡായി. അതിനുശേഷം പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം, ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണം. കാരണം ജോലി പോയി, ഒന്നുമില്ല കയ്യിൽ. മനസ്സിലേക്ക് പോകാൻ പറ്റത്തില്ല, ഇല്ല തിരിച്ചു പറ്റത്തില്ല. പിന്നെ നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് നിർത്തിയാണ് നമ്മൾ പോകുന്നത്. പിന്നെ അങ്ങനെ ഒരു രാജ്യത്തേക്ക് പിന്നെ നമ്മൾ തിങ്ക് ചെയ്യുന്നില്ല ആക്ച്വലി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അടുത്തൊരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെയാണ് നമുക്ക് മസ്കറ്റിലേക്ക് പോകാനുള്ള. ഹസ്ബൻഡ് നേഴ്സ് തന്നെയാണ്? അതെ അതെ, ഹസ്ബൻഡ് നേഴ്സ് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഒരുമിച്ച് പഠിച്ചതാണ്. അതെ, ഒരുമിച്ച് പഠിച്ചതാണ്. അങ്ങനെ ഒരു നമുക്കൊരു പ്രപ്പോസൽ വന്നപ്പം അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ അതെ അതെ അറിയാവുന്ന ആളാണ്, അതുകൊണ്ട് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നമുക്ക് എല്ലാം ഒന്നേന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെയാണ് മസ്കറ്റിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വരുന്നത്. അങ്ങനെ അത് നമ്മൾ സെലക്ട് ചെയ്തു. അപ്പം അപ്പോഴും അവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മൾ മസ്കറ്റിൽ സെറ്റിൽഡ് ആയി, നമുക്കൊരു ജോലി കിട്ടി, നമ്മളവിടെ ഓക്കെ ആയി, ജോലിയുണ്ട്, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോഴും നമുക്ക് ഫാമിലി എന്ന് പറയുന്ന ഒരു ഫാമിലി ലൈഫ് ഇല്ല. നമുക്ക് കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഞങ്ങൾ മസ്കറ്റിലേക്കുള്ള ഒരു ജോലി നമുക്ക് കിട്ടി. ഹസ്ബൻഡ് കൂടെ വന്നില്ല? അല്ല, ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രോബ്ലം എന്ന് പറയുന്നത് പുള്ളി റിഗിലായിരുന്നു, ഞാൻ ഇതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോഴും നമുക്കൊരു ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് ഇല്ല. പക്ഷേ ആദ്യത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ അത് നമ്മൾ എന്താ പറയുക, നമ്മൾ രണ്ടുപേരേ ഉള്ളൂ. അപ്പോൾ അത് വേറെ ആരിലേക്കും വേറെ ആരെയും ഇൻവോൾവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നില്ല. നമുക്ക് രണ്ടുപേർക്കും മാത്രമാണ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമാണ് അതിലൊരു പ്രശ്നം. അതെ അതെ, പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ അപ്പോഴേ തൊട്ട് നമുക്ക് ഉണ്ടായിരുന്നു എങ്ങനെയും ഫാമിലി ആയിട്ടൊന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്കുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ളൊരു സാഹചര്യം നമുക്ക് ആദ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ആദ്യത്തെ ഒരു ബേബി ഉണ്ടായി. അപ്പോൾ കുറച്ചും കൂടെ ആഗ്രഹം കൂടി, ഞങ്ങൾക്ക് ഫാമിലിയായിട്ട് ഒരുമിച്ച് നിൽക്കണം എന്നൊരാഗ്രഹം വന്നു. രണ്ടാമത്തെ ബേബി ഉണ്ടാകുന്ന സമയത്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കൊറോണ വരുന്നത്.
ഓ, അങ്ങനെ 9 months എനിക്ക് കൊറോണ വരുവാണ്. ക്യാരിങ് ആയിരിക്കുന്ന സമയത്തിൽ 3rd ട്രൈമസ്റ്ററിലാണ് എനിക്ക് കൊറോണ വരുന്നത്. സോ അപ്പോൾ ആ സമയത്ത് 9ാം മാസത്തിൽ. അപ്പം അങ്ങനെ വരുന്ന ഒരു സമയത്ത് എനിക്ക് ഫാമിലി അടുത്തില്ല, അതുപോലെ തന്നെ എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ട് ആ സമയത്ത്. അപ്പൊ ഈ മൂത്ത കുഞ്ഞും ടിൻസിയും അതെ ക്യാരിങ് ആയിട്ടുള്ള ബേബി ഒറ്റയ്ക്കുള്ളൂ, ബേബിയാണ്. അപ്പോൾ അപ്പം എനിക്ക് ഫാമിലിയിൽ നിന്ന് ആരുമില്ല. അപ്പം ആ ഒരു സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഞാനൊരു ഡിപ്രഷനിലേക്ക് പോകണമെന്ന് എനിക്ക് തോന്നി. അത് എനിക്ക് ഒത്തിരി ഒരുപാട് കഫാണ് ആ സമയത്ത്, ഡ്രൈ കഫ് കൂടുതലാണ് ഈ കൊറോണയ്ക്ക്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രഗിളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഏറ്റവും തളർത്തിയത് ഇതൊന്നുമല്ല. ഇത് കഴിഞ്ഞ് ഞാൻ ഡോക്ടറെ വിസിറ്റ് ചെയ്യാൻ പോയപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം എഴുതാൻ പറ്റുന്നുള്ളൂ. ആദ്യം എനിക്കത് അത്ര കൺവേ ആയില്ല എന്താ സംഭവം എന്ന്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ബേബിയെ കിട്ടാനുള്ള പോസിബിലിറ്റീസ് വളരെ കുറവാണെന്നുള്ളൊരു കാര്യം. ആ ഒരു കാര്യം കേട്ടാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ തകർന്നു പോയായിരുന്നു. എനിക്ക് ആ ഒരു നിമിഷത്തിൽ തോളുമില്ല. എനിക്ക് ആരടുത്തെങ്കിലും പറയാൻ, അല്ലെങ്കിൽ എനിക്ക് അത് എങ്ങനെ എടുക്കണം എന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഞാൻ ചുറ്റും തിരിഞ്ഞ് നോക്കിയപ്പോൾ എനിക്കതൊന്ന് പറയണമെങ്കിൽ പറഞ്ഞ് കുഞ്ഞേ ഉള്ളൂ, എനിക്ക് ആരുമില്ല. അപ്പോൾ ആ ഒരു നിമിഷത്തിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ തകർന്നു പോയെന്ന് പറയാം. ആ സമയത്താണ് ഞാൻ ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷമാണ് ഞാനത്. അപ്പോൾ എനിക്ക് വിളിച്ച് പറയണം ആരെങ്കിലും, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ആദ്യം എനിക്കറിയത്തില്ല. അപ്പോൾ ആദ്യം ഞാൻ വിളിച്ച എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം എൻ്റെ അടുത്ത് ഡോക്ടർ ഷെയർ ചെയ്തു എന്ന് പറഞ്ഞു. അത് ഞാൻ ഭയങ്കരമായിട്ട് തകർന്നിരിക്കുവാണ് ആ ഒരു നിമിഷത്തിൽ. എനിക്കത് പറയുമ്പോൾ എനിക്ക് അത്രത്തോളം ഇമോഷണലി എനിക്ക് കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാൻ എത്താം എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി അപ്പം തന്നെ ജോലി പോയാലും വേണ്ടില്ല എൻ്റെ അടുത്ത് പുള്ളി അന്ന് വൈകുന്നേരം തന്നെ, ആ നിമിഷത്തിൽ അന്ന് വൈകുന്നേരം തന്നെ എത്തിക്കഴിഞ്ഞ സമയത്ത് പുള്ളിയോട് എൻ്റെ കൊളീഗ്സ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അധികം അവരുടെ അടുത്ത് പോകണ്ട. അന്ന് പീക്കിൽ നിൽക്കുവാണ് കൊറോണ എന്ന് പറയുന്നത്. കോവിഡിന് എന്ത് ചെയ്യണം, ട്രീറ്റ്മെൻറ്റ് എന്ത് കൊടുക്കണം എന്ന് പോലും ലോകം പകച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണത്. ഇന്നിപ്പോൾ നമുക്കറിയാം ഇങ്ങനെയാണ് എന്നുള്ളതറിയാം, പക്ഷെ അന്നെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. ഈ 9 months ആയിരിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്, അങ്ങനെയാണ് കോവിഡ് വരുന്നത്. അതെ ഹോസ്പിറ്റലിൻ്റെ ഡ്യൂട്ടിക്ക് ഇടയിലാണ് എനിക്ക് ഈ ഒരു കോവിഡ് എൻകൗണ്ടർ ചെയ്യുന്നത് ഞാൻ. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്കറിയത്തില്ല. അപ്പോൾ ഹസ്ബൻഡ് വന്നതിന് ശേഷം എല്ലാവരും പറയുന്നു എൻ്റെ അടുത്ത് വരരുതെന്ന് പറയുന്നു. അപ്പോൾ എനിക്കും സങ്കടമാണ്, ആളെ എൻ്റെ അടുത്തേക്ക് വരുമ്പം എനിക്ക് സങ്കടമാണ്. പക്ഷേ പുള്ളി വളരെ സപ്പോർട്ടീവായിട്ട് നിന്നു എന്നുള്ളതാണ്. ആ സമയത്ത് പുള്ളി എന്നോടൊപ്പം നിന്നു, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പോൾ മോനെ വേറെ സെപ്പറേറ്റ് ചെയ്തു, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിന്നു. അങ്ങനെ ദിവസം 2 മണിക്കൂർ കൂടുമ്പോൾ എനിക്ക് ജസ്റ്റ് ഫിസിയോ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഡ്രൈ കഫാണ്, അതുപോലെ എക്സ്റേ ക്ലിയർ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ എവറി 2 hours പുള്ളി ഫിസിയോതെറാപ്പി തരും. അതുപോലെ ഉറങ്ങാതെ എന്നോടൊപ്പം, ഞാനൊന്ന് ചെറുതായിട്ട് ചുമച്ചാൽ പോലും പുള്ളി എൻ്റെ അടുത്ത് അപ്പോൾ ചോദിച്ചുണ്ടാവും. പിന്നെ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം അത് മാത്രമാണ്, പിന്നെ വീട്ടുകാരുടെ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് നമ്മൾ അത്രത്തോളം. അങ്ങനെ ആ ഒരു സമയത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പമില്ലാതെ രണ്ടാമത്തെ ബേബി, കുറച്ച് തൂക്കം കുറവായിരുന്നു എന്നിരുന്നാൽ പോലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ അത്രയും പറയുന്നത് അത് നമുക്ക് ബേബിയെ കയ്യിൽ കിട്ടിയെന്ന് പറയുമ്പോൾ അത്രത്തോളം സന്തോഷമുള്ളൊരു കാര്യമാണ്. ആ ഒരു സമയത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും ഡിസൈഡ് ചെയ്തൊരു കാര്യമാണ്, ഇനി ഫാമിലിയിൽ നമ്മൾ, അല്ലെങ്കിൽ ഇനി ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പേരും ഒരുമിച്ച്, അതെ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. അത് എന്ത് തന്നെ സിറ്റുവേഷൻ ആയാലും എന്ത് തന്നെ ആണെങ്കിലും ഞങ്ങളത് ഫേസ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ മുന്നോട്ട് തന്നെ ആയിരിക്കുമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അന്ന് അവിടെ നിന്നാണ് ഞങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്, ഒരുമിച്ച് ഒരു ഫാമിലി എന്നുള്ളൊരു രീതിയിലേക്ക് ഞങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിലാണ്. പിന്നെ അവിടെ നിന്ന് അതിന് ശേഷം ഞാനാണ് ഫസ്റ്റ് ജോലി നിർത്തി ഈ തീരുമാനത്തിന്റെ പുറത്ത്. അതെ എത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു മസ്കറ്റിൽ? എനിക്ക് തോന്നുന്നു ഞാൻ 3 to 4 years എക്സ്പീരിയൻസ് എനിക്ക് ആയിട്ടുണ്ടായിരുന്നു. അതെ, സാലറിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് നിൽക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഞാനാണ് ആദ്യം ജോലി നിർത്തി പോരുന്നത്. കാരണം ഫിനാൻഷ്യൽ എന്ന് പറയുന്ന 2 പിള്ളേരുണ്ട്, ഞാനുണ്ട്, ഹസ്ബൻഡും ഉണ്ട്. ഇപ്പോൾ ആർക്കും ജോലി ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതെ നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ജീവിതം മുന്നോട്ട് പോകണമല്ലോ. അപ്പം ഫസ്റ്റ് ഞാൻ വന്നു. അതിനുശേഷം ഞാനിവിടെ OET പഠിക്കാനായിട്ട് OET എന്നുള്ളത്. അപ്പോൾ അന്ന് OET എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് നമ്മൾ OET പഠിച്ചു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് നമുക്ക് പുറത്ത് ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രീസിൽ നമുക്ക് സെറ്റിൽ ഡൗൺ ചെയ്യാം. നമുക്കൊരു ഫാമിലി ലൈഫുണ്ട്. നമ്മൾ ഗൾഫ് കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന പോലെയല്ല, നമുക്കൊരു ഫാമിലി ലൈഫുണ്ട് അവിടെ. അപ്പം ആ ഒരു സാധ്യത മനസ്സിലാക്കിയിട്ടാണ് OETയിലേക്ക് നമ്മൾ OET ചെയ്യാം എന്ന് നമ്മളൊരു തീരുമാനം എടുക്കുന്നത്. ലക്ഷങ്ങൾ സാലറിയുള്ള ജോലി നിർത്തി ഫാമിലി ലൈഫ് നാട്ടിൽ വന്നു. OETക്ക് ചേർന്നു. OETക്ക് ചേർന്ന ഒരു ഫേമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. എല്ലാവരും ഏതൊരു കാൻഡിഡേറ്റും എന്താ ചെയ്യുക, ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെയാണെന്ന് നോക്കും, അതിൽ നമ്മൾ പോയി ചേരും. അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാനും ചേർന്നു. പക്ഷേ ഞാൻ എന്താണോ എക്സ്പെക്ട് ചെയ്തൊരു കാര്യം എനിക്ക് അവിടുന്ന് കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ 4 മൊഡ്യൂളുകളിൽ നമുക്ക് എല്ലാത്തിലും ഒരു കോൺസെൻട്രേഷൻ ആവശ്യമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത്
റീഡിങ്ങും ലിസണിങ്ങും ആയിരുന്നു. അപ്പോൾ അതിലൊരു അസിസ്റ്റൻസ് എനിക്ക് പ്രോപ്പറായിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ പാരലായിട്ട് തന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലും കൂടെ ജോയിൻ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് അറിയത്തില്ലല്ലോ, പക്ഷെ അവിടുന്ന് ഞാൻ പ്രതീക്ഷിച്ച ഒരു കാര്യം എനിക്ക് കിട്ടിയില്ല. നമുക്ക് മനസ്സിലാകുന്ന ലെവലിലേക്ക് അവർക്കത് ടീച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അതെ, അപ്പോൾ അവിടുത്തെ ഒരു ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഒരു ഹൈഫൈ, ഒരു ആഷ്പുഷ് ഇംഗ്ലീഷാണ്. അപ്പം നമ്മളുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ മലയാളിയുടെ ഒരു പ്രശ്നമാണ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മനസ്സിലായില്ലെങ്കിലും അത് ചോദിക്കാനുള്ള ഒരു പേടി, ഒരു മടി നമുക്കുണ്ട്. എന്ത് വിചാരിക്കും ചുറ്റുമുള്ളവർ, അല്ലെങ്കിൽ എനിക്ക് ഇത്ര അറിയില്ല എന്നാണോ, അങ്ങനെ ഒരു സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച ഇംഗ്ലീഷാണ്. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ കാര്യമില്ല എന്നുള്ളത് ആ ഒരു മൊമെന്റിൽ നമുക്ക് മനസ്സിലായി. പിന്നെ അതൊരു മടി നമുക്കുണ്ട്. അപ്പം അവിടുന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. കാരണം ഒന്ന് നമ്മളുടെ മടിയുണ്ട്, പിന്നെ സ്റ്റുഡൻസിന് എപ്പോഴും ആവശ്യം എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഒരു സിംപ്ലിഫൈഡ് ലേണിംഗ് സിസ്റ്റമാണ് എപ്പോഴും ഒരു കാൻഡിഡേറ്റ് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു പോയിന്റ് എനിക്ക് അവിടെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്. അങ്ങനെ എനിക്ക് പാസ്സാവണമല്ലോ. അപ്പോൾ ഞാൻ ഒരുപാട് ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് കൂടെ പഠിക്കുന്ന കുട്ടികളുടെ അടുത്തും അതുപോലെ തന്നെ നമ്മൾ ട്രെയിനേഴ്സ് എല്ലാവരുടെ അടുത്തും സംസാരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഒരു കുട്ടിയുടെ കുറച്ച് കൺസെപ്റ്റുകൾ എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. അപ്പം എന്നോട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ റീഡിങ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പം ആൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ, കുറച്ച് ടെക്നിക്കുകളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ അതൊന്ന് ചെയ്തു നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി. അപ്പം എനിക്ക് തോന്നി ഓക്കെ, ഇങ്ങനെ ടെക്നിക്കുകളിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ടെക്നിക്ക് യൂസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം നമ്മൾ അറിയണമല്ലോ. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് അതിൽ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വർക്കൗട്ട് ചെയ്തപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ, ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്. അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ ഞാൻ അതിനെ എന്താ പറയുക ടെക്നിക്കുകൾ ഡെവലപ്പ് ചെയ്തെടുത്തു. അപ്പം ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്നോടൊപ്പം പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം മക്കളെ അമ്മയുടെ അടുത്താക്കി? അതെ അതെ, അമ്മയുടെ അടുത്താക്കി. അങ്ങനെ അവർ അപ്പം ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ക്ലാസ്സുകളിലൊക്കെ ഇപ്പം നമുക്ക് സ്കോറൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ സ്കോർ നോക്കുന്ന സമയത്ത് റീഡിങ്ങിൽ എനിക്ക് മെല്ലെ മെല്ലെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് സ്റ്റുഡൻസ്, ഹോസ്റ്റലിലുള്ള സ്റ്റുഡൻസ് ആദ്യമായിട്ട് എന്നെ അപ്രോച്ച് ചെയ്തു. അവർ പറഞ്ഞു ഞങ്ങൾക്കും കൂടെ ഒന്ന് ഇതെങ്ങനെയാണ് എന്നുള്ളതൊന്ന് പറഞ്ഞു തരാമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് ചോദിച്ചു. അവർക്ക് ഞാൻ 1-2 സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിലും ഈ ഡിസ്കഷൻ ക്ലാസ്സുകളിൽ ഇരിക്കുമ്പോൾ ചോദിക്കും ആർക്കെങ്കിലും ഈ ക്വസ്റ്റൻ എങ്ങനെയാണ് വന്നതെന്നുള്ളത് പറഞ്ഞു കൊടുക്കാമോ എന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് കിട്ടുന്ന അവിടെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടുന്നത്. ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ടെക്നിക്സ് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പ്ലാറ്റ്ഫോം എനിക്ക് അവിടെ കിട്ടുവാണ്. അപ്പോൾ ഞാനത് എങ്ങനെയാണ് വന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർക്കത് മനസ്സിലാവുന്നുണ്ട്, ഈസി ആയിട്ട് അവർക്ക് കുറച്ചും കൂടെ കൺവേ ആവുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ അവർ തന്നെ ഹോസ്റ്റലിൽ വരുന്ന സമയത്ത് പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ അടുത്ത് വരും, ചോദിക്കും ഇതിങ്ങനെയല്ലേ എന്ന് ചോദിക്കും. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആണെന്ന് കാണുമ്പം നമുക്കൊരു സന്തോഷമാണ്. ഞാൻ അതെ, ഞാൻ പറയുന്ന അവർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഓക്കെ എനിക്കിത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് കൂടുതൽ സ്റ്റുഡൻസിലേക്ക് ഈ പറയുന്ന കൺസെപ്റ്റൊക്കെ എത്തിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് എൻ്റെ എക്സാം വരുന്നത്. എനിക്കത് പ്രിപ്പയർ ചെയ്യാനുണ്ട്. അങ്ങനെ ഞാൻ എക്സാം എഴുതി. എക്സാമിൽ എനിക്ക് അത്യാവശ്യം നല്ല സ്കോർ തന്നെയുണ്ട്. അപ്പോൾ നല്ല സ്കോറായി കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയി. ഓക്കെ, നമ്മൾ എന്താണോ പഠിച്ചത് അത് അപ്ലൈ ചെയ്തു, നമുക്ക് റിസൾട്ടും കിട്ടി. അപ്പം അത് വർക്കൗട്ട് ആവുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ വേറെ സംശയമൊന്നുമില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പഠിച്ച കുട്ടികൾ, ഞാനത് കഴിഞ്ഞ് എക്സാം എഴുതി ഞാൻ വീട്ടിലേക്ക് പോന്നു. പിന്നെ നമ്മൾ അവിടെ തുടരേണ്ട ആവശ്യമില്ല. ഫാമിലി ആയിട്ട് അതാണ് എൻ്റെ ഏറ്റവും പ്രയോറിറ്റി എന്ന് പറയുന്നത്. അതെ അതെ, ഏറ്റവും എല്ലാത്തിനും ഉപരി നമ്മൾ നോക്കുന്ന ഒരു കാര്യം അതാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളുമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. ഇനിയിപ്പം CBT എഴുതുക, മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ എനിക്ക് ഫിനാൻഷ്യലി നമുക്ക് കുറച്ചൊരു ഇൻകം വേണമെങ്കിൽ നമുക്ക് സ്റ്റുഡൻസിനെ കുറച്ചെടുക്കാം. അപ്പം എൻ്റെ സ്റ്റുഡൻസ് എന്ന് പറയാൻ പറ്റത്തില്ല, എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് ആദ്യത്തെ എൻ്റെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. ഹോസ്റ്റലിലേക്ക് നിന്നുണ്ടായിരുന്ന ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ അവരിൽ കുറച്ച് പേര് എന്നെ സമീപിച്ചു, അപ്രോച്ച് ചെയ്തിട്ട് പറഞ്ഞു റീഡിങ് ഒന്ന് എടുത്തു കൊടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ തുടങ്ങി. രാവിലെ തൊട്ട് ക്ലാസ് തുടങ്ങിയ 1-2 പേരുണ്ട്. 1-2 മണിക്കൂർ ഇൻഡിവിജ്വൽ ആകുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 1 അവർ നമുക്ക് വേണം. അപ്പോൾ അങ്ങനെ ഒരു 3 മണിക്കൂർ നമുക്ക് പോകും. പക്ഷേ ഗ്രാജുവലി എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റാതെയായി. സ്റ്റുഡൻസിൻ്റെ എണ്ണം കൂടി. രാവിലെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് കിട്ടുന്ന ഉച്ചയ്ക്കാണ്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ക്ലാസ്സുകളുമായിട്ട് മുന്നോട്ട് വന്നു തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ തിങ്ക് ചെയ്ത് ഒരു ഗ്രൂപ്പ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് നമ്മൾ വിചാരിച്ചത്. അങ്ങനെ നമ്മളൊരു ഗ്രൂപ്പ് ക്ലാസ്സിലേക്ക് ഇറങ്ങി. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി നടക്കുകയും വേണം. ഓരോ സ്ഥലങ്ങളിലേക്ക് പോകും, അവർ വിളിക്കുമ്പോൾ ചെല്ലും എടുക്കും, അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരെയും കൂടെ ഒരു ഗ്രൂപ്പ് ക്ലാസ് ആക്കി നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിന് എനിക്കൊരു ഇൻസ്പിറേഷൻ ആയതെന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സപ്പോർട്ട് തന്നതെന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു ഗ്രൂപ്പ് ക്ലാസ് ആയിട്ട് നിനക്കറിയാവുന്ന ഒരു കാര്യം നീ പറഞ്ഞു കൊടുക്കുന്നു, അത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അതിലെന്താണ് ഒരു ടെൻഷൻ നിനക്കുള്ളത്? നിനക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരും പഠിക്കട്ടെ, അവർക്ക് ഈ ബുദ്ധിമുട്ടുകളുണ്ട്, അപ്പോൾ അവരും ഇതൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടാവും, നീ പറഞ്ഞു കൊടുത്തു. നമ്മൾ പാസ്സായി, നമ്മൾ പോകാൻ നിൽക്കുവാണ്, നമ്മളെക്കൊണ്ട് മറ്റൊരാൾക്ക് ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ അത് ചെയ്യാം എന്നുള്ളത്. അങ്ങനെ നമ്മൾ ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നത്.
അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിൽ കുറച്ച് സ്റ്റുഡൻസ് നമ്മളുമായിട്ട് കുറച്ച് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ പറഞ്ഞു മാം ഇതൊരു കാര്യം ചെയ്യാം, ഒരു യൂട്യൂബിലൊരു വീഡിയോ ആയിട്ട് ചെയ്യുക, ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളത് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു തോട്ട് ഓക്കെ യൂട്യൂബിൽ നമുക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്ന് നമുക്ക് തോന്നിയത്. അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തു. ആദ്യം നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ 100 വ്യൂസ്, 200 വ്യൂസ് അത്രയൊക്കെ ഉള്ളൂ. എന്തായിരുന്നു യൂട്യൂബ് ചാനലിന്റെ പേര്? യൂട്യൂബ് ചാനൽ OET വിത്ത് ടിൻസി എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം തുടങ്ങിയത്. അതെ അതെ, ആ ഒരു നോർമൽ ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ഇതൊരു ചാനൽ ആവണം, ഒരു അക്കാഡമി ആവണം ഒന്നും നമ്മൾ തിങ്ക് ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അതെ അതെ, ബ്രേക്ക് അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ അതിൽ ഒരു ദിവസം ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു വീക്ക്, ഒരു 1 വീക്കൊക്കെ നമ്മളിങ്ങനെ മോണിറ്റർ ചെയ്യുമല്ലോ ഇതിനകത്ത്. അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ നോക്കിയപ്പോൾ അതിനകത്ത് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ്, ഭയങ്കര സബ്സ്ക്രൈബേഴ്സ്, എനിക്ക് തോന്നുന്നു 20,000ഓളം വ്യൂസ് പെട്ടെന്ന്, അത്രയും സബ്സ്ക്രൈബേഴ്സ് അതിനകത്ത് കയറി. അതിൻ്റെ താഴത്ത് ഞങ്ങൾ നോക്കിയപ്പോൾ ഒരുപാട് കമൻസ്, നന്നായിട്ടുണ്ട്, വീഡിയോ നന്നായിട്ടുണ്ട്, ഇനിയും വീഡിയോസ് ചെയ്യണം, ഇത്തരം വീഡിയോസാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അതെനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് ആയിരുന്നു. ഇത്രയും ഒരു എന്താ പറയുക, ഇത്രയും ആളുകൾ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അവർ ഇത്രയും നല്ലതാണെന്ന് പറയുന്നു. അതെ, ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് നമുക്ക് തോന്നി. അപ്പോൾ തോന്നി എന്നാൽ ശരി, എന്നാൽ കുറച്ചും കൂടെ വീഡിയോസ് നമുക്ക് ചെയ്യാമെന്ന് തോന്നി. അങ്ങനെ 1-2 കണ്ടൻറ്റും കൂടെ പ്രിപ്പയർ ചെയ്ത് നമ്മളത് അപ്ലോഡ് ചെയ്തു. അപ്പോഴേക്കും എനിക്ക് കോളുകളുടെ എണ്ണം കൂടാനായിട്ട് തുടങ്ങി. ഒരുപാട് കോളുകൾ വരാൻ തുടങ്ങി. ഈ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ കോളാണ്. അപ്പോൾ എനിക്ക് കട്ട് ചെയ്തിട്ട് ക്ലാസ് എടുക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ എത്തി. അപ്പോൾ എനിക്ക് തോന്നി ഈ മൊബൈലാണ് ക്ലാസ് എടുക്കുക, അതേ നമ്പർ തന്നെയാണ് ഇതും, രണ്ടും സെയിം നമ്പറാണ്. അപ്പോൾ ആ സമയത്ത് സൂം ക്ലാസ്സുകളാണ്. അപ്പോൾ ഈ സമയത്താണ് കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിക്കഴിയുമ്പോൾ എനിക്ക് എന്താ പറയുക, ഒരു മെസ്സേജസ് എനിക്ക് റീഡ് ചെയ്യാൻ പറ്റത്തില്ല, അത്രയും മെസ്സേജുകളാണ് എനിക്ക് വരുന്നത്. അപ്പോൾ അതിന് മറുപടി കൊടുക്കാൻ എനിക്ക് പറ്റാതെ. അപ്പം ഹസ്ബൻഡിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്കിത് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ക്ലാസ്സുകളും ഇത് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്താ ചെയ്യുക? അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ നമുക്കുണ്ടല്ലോ, ഞാൻ വരാം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് അവിടെ നല്ല സാലറി ഉണ്ട്, നല്ല പൊസിഷനിലിരിക്കുകയാണ്, മെഡിക്കൽ ഓഫീസറായിട്ട് ആൾ വർക്ക് ചെയ്യുകയാണ്. ആൾ PDOയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം പുള്ളി പറഞ്ഞു ഞാൻ നിർത്തി വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ ഈ കോഴ്സ് ടിൻസി പഠിപ്പിക്കുന്ന കോഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നാട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിന്റെ ഒരു നമ്മളെന്താ പറയുക, ഒരു പ്രൊഫഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു ബൈ പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഇത് എടുക്കാം എന്നുള്ളൊരു തോട്ട് നമുക്ക് വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുവരെയും നമ്മൾ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മൾ പോകുക എന്നുള്ളത് തന്നെയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഈ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മൈൻഡിൽ നിന്ന് വിട്ടു എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളുടെ ഒരു ധൈര്യം എന്ന് പറയുന്നത് ഇതിവിടെ ഇങ്ങനെ പ്രോസസ്സിങ് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ആള് ജോലി നിർത്തി വന്നാലും നാളെ ഞാൻ അങ്ങോട്ട് പോകും. ഇത് ഡെവലപ്പ് ആയില്ല, എല്ലാം നമ്മളിപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നാലും നമുക്ക് പോകാനുള്ളൊരു അവസരം അവിടെ ഉണ്ട്. നമ്മുടെ കൂടെ വരികയും ചെയ്യും. അപ്പോൾ നമ്മളൊരു ഫാമിലി ആയിട്ട് നിൽക്കുക. അപ്പോൾ എന്നായാലും നിർത്തേണ്ട ഒരു ജോലിയാണത്. നാളെയാണെങ്കിലും നമ്മൾ ഫാമിലി ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മളുടെ പ്രൈമറി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആളെന്തായാലും വരേണ്ടതല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടെ നേരത്തെ ആവാം എന്ന് വിചാരിച്ചു. അങ്ങനെ ആൾ വന്ന് അതിന് കുറച്ചും കൂടെ എനിക്ക് എന്താ പറയുക, അതിൻ്റെ ബാക്കി കാര്യങ്ങൾക്കുള്ള എല്ലാ സപ്പോർട്ടും എനിക്ക് തന്നത് ആളുടെ ഐഡിയാസിൽ നിന്നാണ്. ഒരു പ്രൊഫഷണൽ ടീച്ചറായി ആക്കി. അതെ. അപ്പം അങ്ങനെ ഒരു നമ്മളുടെ ടീച്ചിങ് എന്ന് പറയുന്നത് ഞാൻ പാഷനാണെന്നുള്ളത് അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്. കാരണം എനിക്കിഷ്ടമാണ് സ്റ്റുഡൻസിന് അത് പറഞ്ഞു കൊടുക്കാൻ. അത് മാത്രമല്ല കേട്ടോ, നമ്മളെപ്പോഴും അപ്ഡേറ്റ് ആയിട്ടും കൂടി ഇരിക്കണം. നമ്മൾ പുതിയ ടെക്നിക്കുകൾ നമ്മൾ പഠിച്ച് അത് കുറച്ചും കൂടെ നല്ല രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ എനിക്ക് മനസ്സിലായെന്ന് സ്റ്റുഡൻസ് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു ഭയങ്കര വലുതാണ്. അതുപോലെ ചില സ്റ്റുഡൻസൊക്കെ പാസ്സായി എന്നൊക്കെ വിളിച്ചു പറയുമ്പോൾ ഭയങ്കര ഇമോഷണലി വിളിച്ചു പറയാറുണ്ട്. മാം ഞാൻ പല സ്ഥലങ്ങളിലും പഠിച്ചിട്ടുണ്ട്, പക്ഷേ മാം ഇങ്ങനൊരു ക്ലാസ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഒരുപാട് പ്രാവശ്യം എഴുതി, ഞാൻ പാസ്സായി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അതെ സന്തോഷം വളരെ വലുതാണ്. അപ്പം അത് നമുക്ക് വളരെ എന്താ പറയുക, വീണ്ടും നന്നായിട്ട് ക്ലാസ് എടുത്തു കൊടുക്കാനുള്ളൊരു പ്രചോദനവും കൂടിയാണ്. അങ്ങനെയാണ് ടിൻസീസ് അക്കാഡമി എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മളുടെ ഈ ഒരു സ്ഥാപനം വളർന്നു വരുന്നത്. അപ്പോൾ OET വിത്ത് ടിൻസി മാറി ടിൻസീസ് അക്കാഡമി എന്നുള്ളൊരു കൺസെപ്റ്റ്. നമുക്ക് ആദ്യത്തെ ഒരു ബാച്ചിൽ നമുക്ക് 500 above സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. സ്റ്റുഡൻസിനെ വെച്ചിട്ടാണ് ആദ്യത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് അപ്പോൾ ആദ്യം നമുക്ക് ക്ലാസ്സുകളൊക്കെ നമ്മൾ 1 hour ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 1 hourലൊന്നും നിൽക്കത്തില്ലായിരുന്നു. 1 hour ഒക്കെ കഴിഞ്ഞു പോകും. കാരണം സ്റ്റുഡൻസിൻ്റെ ഈ പറയുന്ന ഡൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പം അറൗണ്ട് 1 to 2 hours നമ്മൾ ക്ലാസ്സുകൾ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് തുടങ്ങി. കാരണം അത്രത്തോളം നമുക്ക് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ടിൻസി 2022-23 കാലഘട്ടത്തിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ഡിസംബറിലൊക്കെ 23 ബിഗിനിങ് എന്ന് പറയാം. ഒരു ടിൻസിയിലാണ് തുടങ്ങുന്നത്. അതെ. ഇന്ന് എത്ര ടിൻസിമാരുണ്ട്? നമുക്കിപ്പം 200ഓളം സ്റ്റാഫുകൾ നമ്മളുടെ ടിൻസീസ് അക്കാഡമിയുടെ കീഴിൽ ഇപ്പം നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. എത്ര നഴ്സുമാർ
ടീച്ചർമാർ പഠിപ്പിച്ചിട്ടുണ്ട്? നമുക്ക് എബവ് ഒരു 20,000ഓളം സ്റ്റുഡൻസ് നമുക്ക് പാസ് ഔട്ട് ആയിട്ട് പോയിട്ടുണ്ട്. 20,000 ആളുകൾ. അതെ അതെ, നമുക്ക് പീക്കായിരുന്നു OET എന്ന് പറയുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. OET ഒരുപാട് പേര് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ട് നഴ്സുമാർ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണലെ ഹെൽപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഇതാണ് OET എന്ന് പറയുന്നത്. അപ്പം ഇപ്പോഴും ഒരുപാട് സ്റ്റുഡൻസ് നമുക്കുണ്ട്. വലിയൊരു ഭാഗമാകാൻ ടിൻസിക്ക് സാധിച്ചു. ഒരുപാട് സന്തോഷമുണ്ട് അതിൽ. ഈ ഒരു ടിൻസീസ് അക്കാദമി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഒതുങ്ങി നിന്നോ ടിൻസിയുടെ സ്വപ്നങ്ങൾ? ഒരിക്കലും ഇല്ല. ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് ഒരു പാഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് ആണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അത് മുന്നോട്ട് പോയി. അതോടൊപ്പം തന്നെ ഞാനിപ്പോഴും പറയുന്നത് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അല്ലേ. നമുക്ക് ഇപ്പം ആസ് എ ടീച്ചറായിട്ട് നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ട്. അതോടൊപ്പം തന്നെ ചിലപ്പോൾ നമുക്ക് വേറെ പല ഇഷ്ടങ്ങളും കാണും. ആ ഒരു ഇഷ്ടം മാത്രമായിരിക്കത്തില്ല. അപ്പം എൻ്റെ മറ്റൊരു ഇഷ്ടം എന്ന് പറയുന്നതാണ് ഷോപ്പിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ് എത്നിക് വെയേഴ്സ്, അതായത് ഒരു 25+ ഏജുള്ള ആളുകൾ നോക്കുമ്പോൾ എത്നിക് വെയേഴ്സാണ് കൂടുതലായിട്ട് അവർ യൂസ് ചെയ്യുന്നത്. അപ്പം എനിക്കൊക്കെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ചുരിദാർ ഇടാൻ ഇഷ്ടമാണ്, സാരി ഉടുക്കാൻ ഇഷ്ടമാണ്. സോ അങ്ങനെയുള്ള ഡ്രസ്സുകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു ഷോപ്പിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ വെസ്റ്റേണൈസ് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് നമ്മൾ എല്ലായിടത്ത് പോയാലും ജീൻസ് ടോപ്പ് നമുക്ക് ഇടാൻ പറ്റാത്ത തരത്തിലുള്ള കുറച്ച്, അല്ലെങ്കിൽ അങ്ങനെയല്ല, പുതിയ തലമുറയ്ക്ക് അത് ഇഷ്ടമാണ്. എന്നാലും നമ്മളുടെ ഒരു ഏജിന് വരുമ്പോൾ അതെ കിഡ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതിലൊരു നല്ലൊരു കളക്ഷൻ കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ഷോപ്പിൽ പോയി നമുക്ക് ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമുക്കൊരു ചെരുപ്പ് അതുമായിട്ട് മാച്ച് ചെയ്യണം, ഒരു സ്റ്റൈൽ ചെയ്യണമെങ്കിൽ അടുത്തൊരു സ്ഥലത്ത് പോകണം. അപ്പോൾ ഞാൻ വെച്ചാൽ ഇതെല്ലാം കൂടെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നാൽ എങ്ങനെയിരിക്കും? നമുക്ക് ഇപ്പം നല്ല ഡ്രസ്സുകൾ, അതിന് മാച്ച് ചെയ്യുന്ന ചെരുപ്പുകൾ, അതിന് മാച്ച് ചെയ്യുന്ന ബാഗുകൾ, അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നാൽ കുറച്ചും കൂടെ കംപ്ലീറ്റ് ആക്സസറി. അതെ. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കില്ലേ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മളുടെ ഒരു കൺസെപ്റ്റ്. നമുക്കൊരു ഷോപ്പ് തുടങ്ങണമെന്ന് നമ്മൾ വിചാരിച്ചു. ഇപ്പോൾ നമ്മളുടെ ഷോപ്പ് നമ്മൾ തുടങ്ങി. തൃശ്ശൂർ മാളയിലാണ് ഷോപ്പ്. എന്താ പേര്? വുമൻസ് വേൾഡ് എന്നാണ്. വുമൻസ് വേൾഡ്. അത് എല്ലാവരുടെയും നമ്മളുടെ എല്ലാ ആക്സസറീസും അതിനകത്ത് നമ്മൾ എന്താ പറയുക ഒന്ന് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പം അങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങി. അപ്പോഴാണ് നമുക്ക് തോന്നിയത് ഓക്കെ കിഡ്സിൻ്റെയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാം, കിഡ്സിൻ്റെ ആക്സസറീസും അതുപോലെ തന്നെ ഡ്രസ്സുകളും. കാരണം മദർ കിറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് വരുമ്പോൾ അപ്പം അത് കുറച്ചും കൂടെ നമുക്ക് കണക്റ്റഡ് ആയി. അങ്ങനെയാണ് നമ്മൾ കിഡ്സിൻ്റെയും കൂടെ അതിനകത്ത് ആഡ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഷോപ്പ് ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നു. അതെ. ഇതിനൊക്കെ സമയം കിട്ടുമോ? കാരണം 2 മക്കളുണ്ട്, ഫാമിലി ഉണ്ട്, പേരൻസ് ഉണ്ട്, ടിൻസീസ് അക്കാദമി നോക്കണം, ഇത്രയും സ്റ്റാഫിനെ നോക്കണം, പിന്നെ ഒരു പുതിയ ബിസിനസ്സോടെ സ്റ്റാർട്ട് ചെയ്ത് എല്ലാത്തിനും കൂടെ സമയം കിട്ടുമോ? നമുക്കൊരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും സമയമുണ്ട്. നമുക്കൊരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നിനും സമയമില്ല. നമുക്കിഷ്ടപ്പെട്ട് നമ്മളൊരു കാര്യം നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണെങ്കിൽ അത് എത്ര കഷ്ടപ്പെട്ട് നമ്മളത് ചെയ്യും. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണെങ്കിൽ നമ്മൾ ഓരോ കഴിവുകൾ പറഞ്ഞിട്ട് നമുക്കതിന് സമയം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പം ഡെഫിനറ്റ്ലി നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ചെയ്തേ, ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സക്സസ്ഫുൾ ആവും. അതാണ് പറയുന്നത്. ഒരുപാട് പേര് സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയാണ്. അതെ. തീർച്ചയായിട്ടും വളരെ സന്തോഷം ടിൻസി, ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ആദ്യം പറഞ്ഞാൽ വളരെ പ്രൗഡായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഒരുപാട് പേർക്ക് ഇത് പ്രചോദനമാകട്ടെ, ഒരുപാട് പേർക്ക് ടിൻസിയുടെ ജീവിതം മുന്നോട്ടുള്ളൊരു യാത്രയാവട്ടെ. ഇന്നും യുദ്ധഭൂമിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുടെ പ്രതിനിധിയായിട്ട് ടിൻസി ഇവിടെ കഥ പറയാൻ വന്നിരിക്കുകയാണ്. അതൊരു മുന്നോട്ട് നല്ലൊരു യാത്രയാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നതിന് സ്പാർക്സ് അതിന് ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് ടിൻസി.